ഇത് ശ്വാസകോശത്തിന് വരുന്ന ക്യാൻസർ, അതായത് ലങ് ക്യാൻസറിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് വീഡിയോ ആണ്. സോ ലങ് ക്യാൻസർ വരുമ്പോൾ നമുക്ക് അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലങ് ക്യാൻസർ എപ്പോഴും നമുക്ക് ശ്വാസമുട്ടൽ, ചുമ അങ്ങനെ തന്നെ വരണം എന്നില്ല. ലങ് ക്യാൻസർ ഉള്ള പേഷ്യൻസിന് ചിലപ്പോൾ വേറെ സിംറ്റംസ് ഒന്നുമില്ലെങ്കിൽ ലോസ് ഓഫ് വെയിറ്റ്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, അതായത് അവർക്ക് വിശപ്പ് കുറയുക, വിശപ്പില്ലായ്മ, വെയിറ്റ് ഭയങ്കരമായിട്ട് കുറയുക, അത് കുറച്ച് കാലം കൊണ്ട് വെയിറ്റ് ഒരുപാട് കുറയുക, അല്ലെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും, അതായത് അവരുടെ കഴുത്തിലോ എവിടെയെങ്കിലും ചെറിയ മുഴകൾ വരിക, അല്ലെങ്കിൽ ചില പേഷ്യൻസിന്, അതായത് ലങ് ക്യാൻസർ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, കുറച്ച് സ്റ്റേജ് മുന്നോട്ട് പോയി കണ്ടുപിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലവർക്ക് ബാക്ക് പെയിൻ വരും. അതായത് ലങ് ക്യാൻസറിൽ നിന്നുള്ള, അതായത് ക്യാൻസർ ലങ്സിൽ വന്നിട്ട് അവിടെ നിന്നുള്ള, അതായത് സ്പ്രെഡ് ബോൺസിലോട്ട് വരുന്ന സമയത്ത് മെറ്റാസ്റ്റാസിസ് എന്ന് പറയും. അത് നമ്മളുടെ വെർട്ടിബ്രയിലെ ബോൺസിൽ, അതായത് നമ്മുടെ നട്ടലിൽ എവിടെയെങ്കിലും ആണ് വന്നിരിക്കുന്നതെങ്കിൽ പേഷ്യൻറ്റിന് കുറേ കാലം കൊണ്ടുള്ള ബാക്ക് പെയിൻ വരാം. എപ്പോഴും ബാക്ക് പെയിൻ വരുന്നവർക്ക് ലങ് ക്യാൻസർ ആവണമെന്നല്ല, പക്ഷെ ലങ് ക്യാൻസറിൻ്റെ സിംറ്റംസ് പല രീതിയിലാവും. അപ്പോൾ ശ്വാസമുട്ടൽ വരുന്ന പേഷ്യൻസ് ഉണ്ട്, ചുമ വരുന്ന പേഷ്യൻസ് ഉണ്ട്, രക്തത്തോടു കൂടിയുള്ള കഫം. ഈ രക്തത്തോടു കൂടിയുള്ള കഫം ചില സമയത്ത് എപ്പോഴും ഇല്ല, ഇൻഫെക്ഷൻസിലും വരാം. എന്നാലും കൂടിയുള്ള കഫം ചിലപ്പോൾ ചെറിയ സ്പോട്ടായിട്ട്, ചെറിയൊരു കളർ വ്യത്യാസം മാത്രമായിട്ട് വരാം, അല്ലെങ്കിൽ ഒരുപാട് ചുമച്ചിട്ട് ഒരുപാട് രക്തം വരുന്ന അവസ്ഥയിലേക്കും വരാം. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ ലങ് ക്യാൻസറിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ലങ് ക്യാൻസർ വരുമ്പോഴത്തേക്കിനും നമ്മളുടെ അടുത്തൊരു പേഷ്യൻ്റ്, അതായത് നമ്മളൊരു പൾമണോളജിസ്റ്റിൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വരുവാണെങ്കിൽ നമ്മളതിൻ്റെ ഇൻവെസ്റ്റിഗേഷനായി നമ്മൾ ചെസ്റ്റ് എക്സ്റേ ചെയ്ത് നോക്കും. അപ്പോൾ നമ്മൾ ചെസ്റ്റ് എക്സ്റേ ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ കൺഫർമേഷൻ കിട്ടുന്നില്ല. ലങ് ക്യാൻസർ ആണെന്ന് നമുക്ക് കൺഫർമേഷൻ പറയാൻ പറ്റില്ല. ചില പേഷ്യൻസിന് ലങ് ക്യാൻസറിൽ അവർക്ക് എഫ്യൂഷൻ വരും, അതായത് ലങ്സിൻ്റെ പുറത്ത് 2 ലെയേഴ്സ് ഉണ്ട്, അതിൻ്റെ കവറിങ്സ് ഉണ്ട്. അപ്പോൾ ആ കവറിങ്ങിനകത്ത് ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നത്, അതായത് അതിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് പറയും, നമ്മൾ എഫ്യൂഷൻ എന്ന് പറയും. അപ്പോൾ അതിനാണ് നമ്മൾ പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയും. ക്യാൻസർ ഉള്ള പേഷ്യൻസിന് മിക്കപ്പോഴും മെജോറിറ്റിയും അങ്ങനെ പ്ലൂറൽ എഫ്യൂഷൻ വരും, അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത്, അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ വരുവാണെങ്കിൽ ശ്വാസമുട്ടൽ, ഒരുപാട് നല്ല രീതിയിലുള്ള ശ്വാസമുട്ടൽ പേഷ്യൻ്റ് വരും. ആ സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരിക്കും പേഷ്യൻറ്റിന്. ആ പേഷ്യൻറ്റ് ചെസ്റ്റ് പെയിൻ വരാം, ലങ് ക്യാൻസറിന് ചെസ്റ്റ് പെയിൻ പേഷ്യൻറ്റ് വരാം. അപ്പോൾ ആ ചെസ്റ്റ് പെയിൻ പേഷ്യൻസ്, അപ്പം അത് ഒരു കാർഡിയാക് കോസ് കൊണ്ട്, അതായത് ഹാർട്ടിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല ആ ചെസ്റ്റ് പെയിൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലങ് ക്യാൻസറിൻ്റെ സിംറ്റംസ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് എക്സ്റേ എടുക്കുന്ന സമയത്ത് ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ, പ്ലൂറൽ എഫ്യൂഷൻ ആണെങ്കിൽ നമുക്ക് എക്സ്റേയിൽ കണ്ടുപിടിക്കാൻ പറ്റും. വലിയ മാസമാണെങ്കിൽ എക്സ്റേ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് എപ്പോഴും കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ കോൺട്രാസ്റ്റ് CT ചെസ്റ്റ് എടുക്കും. അതായത് CT ചെസ്റ്റ് തന്നെ, അതിൽ കോൺട്രാസ്റ്റ് CT ചെസ്റ്റാണ്. കോൺട്രാസ്റ്റ്, അതായത് ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ട് എടുക്കുന്ന CT സ്കാനാണ് കോൺട്രാസ്റ്റ് CT ചെസ്റ്റ്. അപ്പോൾ കോൺട്രാസ്റ്റ് CT എടുത്താൽ നമുക്ക് അതിൻ്റെ കൺഫർമേഷൻ കിട്ടും, ഇത് ലങ് ക്യാൻസർ ആണ്, അപ്പോൾ ലങ് മാസ് ആണെന്നുള്ളതിൻ്റെ കൺഫർമേഷൻ കിട്ടും. പക്ഷേ ഏത് ടൈപ്പ് ക്യാൻസർ ആണ്, അതിൻ്റെ സ്റ്റേജ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ബയോപ്സി എടുത്ത് നോക്കും. അപ്പോൾ ലങ് ക്യാൻസർ വന്നിട്ടുള്ള ഒരു പേഷ്യൻ്റ് ബയോപ്സി എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രോങ്കോസ്കോപ്പ് വഴിയും ബയോപ്സി എടുക്കാം, അതല്ലാതെ CT ഗൈഡഡ് ആയിട്ടും ബയോപ്സി എടുക്കാം. ബ്രോങ്കോസ്കോപ്പ് വഴി എന്ന് പറയുമ്പോൾ നമ്മൾ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്യുന്ന പോലെ, വായിലൂടെ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്യുന്ന പോലെ ബ്രോങ്കോസ്കോപ്പ് ഇട്ടിട്ട്, നമ്മൾ മൂക്കിലൂടെയോ വായിലൂടെയോ ബ്രോങ്കോസ്കോപ്പ് ഇട്ടിട്ട് ശ്വാസകോശത്തിൽ നിന്ന് നമുക്ക് ബയോപ്സി എടുക്കാം. അത് നമ്മളുടെ ബ്രോങ്കോസ്കോപ്പ് വെച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാസമാണെങ്കിലാണ് നമ്മളെപ്പോഴും ബ്രോങ്കോസ്കോപ്പിക് ബയോപ്സി ചെയ്യുന്നത്. ഇപ്പോൾ ബ്രോങ്കോസ്കോപ്പിൽ കൂടി ബയോപ്സി എടുക്കാൻ പറ്റാത്ത പേഷ്യൻസ് ആണ്, പറ്റാത്ത ലങ് മാസാണെന്നുണ്ടെങ്കിൽ നമ്മൾ CT ഗൈഡഡ് ആയിട്ട് ബയോപ്സി എടുക്കും. CT മെഷീനിൽ കൂടി നോക്കിയിട്ട് CT വഴിയാണ് നമ്മളതിൻ്റെ ബയോപ്സി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 രീതിയിൽ നമ്മൾ ബയോപ്സി എടുക്കും. അപ്പോൾ ബയോപ്സി എടുത്തിട്ടാണ് അതിൻ്റെ കൺഫർമേഷൻ വരുന്നത്. അപ്പോൾ ലങ് ക്യാൻസർ ഉള്ള ഒരു പേഷ്യൻറ്റ് വൺസ് ഡയഗ്നോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പേഷ്യൻ്റ് അധികം ഡിപ്രസ്ഡ് ആയി പോകേണ്ട കാര്യമില്ല. കാരണം ലങ് ക്യാൻസർ ചിലപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഭാഗ്യം കൊണ്ടൊക്കെ നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതായത് പൂർണ്ണമായും നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റാവുന്ന ഒരു ക്യാൻസർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റേജ് അനുസരിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മാറും. അപ്പോൾ പേഷ്യൻസിന് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറയുമ്പോൾ ലങ് ക്യാൻസറിൻ്റെ റീസൺ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് സ്മോക്കിംഗ് ആണ് അതിൻ്റെ റീസൺ. എന്ന് വെച്ച് സ്മോക്ക് ചെയ്യാത്ത ആളുകൾക്കും ലങ് ക്യാൻസർ വരാറുണ്ട്. അതായത് ഇതുവരെയും സ്മോക്ക് ചെയ്തിട്ടില്ലാത്ത ആളുകൾക്കും ലങ് ക്യാൻസർ വരും. അപ്പോൾ സ്മോക്ക് ചെയ്യുന്ന പേഷ്യൻസിന് വരുന്ന ക്യാൻസറും സ്മോക്ക് ചെയ്യാത്ത വരുന്ന ആളുകൾക്കുള്ള ക്യാൻസറും തമ്മിൽ ചില സമയത്ത് വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ പേഷ്യൻസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുകവലിക്കുന്ന ആളുകൾ എപ്പോഴും, അതായത് ലങ് ക്യാൻസർ എല്ലാവർക്കും പുകവലിക്കുമ്പോൾ എപ്പോഴും ലങ് ക്യാൻസർ വരണം എന്നില്ല. പക്ഷേ ശ്വാസകോശത്തിന് പല രീതിയിലുള്ള അസുഖങ്ങൾ
നമുക്ക് പുകവലിക്കുന്നതിലൂടെ വരും. അതിൽ ഏറ്റവും കൂടുതൽ ലങ് ക്യാൻസറാണ്. അപ്പോൾ അതിൽ ഈ ലങ് ക്യാൻസറിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ പുകവലി തന്നെയാണ്. അപ്പോൾ ഈ പുകവലിക്കുന്ന എല്ലാ പേഷ്യൻസിനും അറിയാവുന്ന കാര്യം തന്നെയാണ് ലങ് ക്യാൻസർ വരുന്നത്. പുകവലിയാണ് അതിൻ്റെ ഒരു മെയിൻ റീസൺ. ലങ് ക്യാൻസറിന് മെയിൻ റീസൺ പുകവലിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ പേഷ്യൻസിൻ്റെ സിംറ്റംസ്, അപ്പോൾ അതായത് നിങ്ങൾക്ക് ശ്വാസമുട്ടൽ, ഇത് കേൾക്കുന്ന പേഷ്യൻസിന് നിങ്ങൾക്ക് ശ്വാസമുട്ടലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുമയുണ്ട്, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് രക്തത്തോടു കൂടിയുള്ള കഫം വന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചുമയ്ക്കുന്ന സമയത്ത് ഒരുപാട് രക്തം വന്നു, നിങ്ങളുടെ വെയിറ്റ് നന്നായിട്ട് കുറയുന്നുണ്ട്, വിശപ്പ് തോന്നുന്നില്ല, നിങ്ങളുടെ കഴുത്തിൽ എവിടെയെങ്കിലും ചെറിയ മുഴകൾ പോലെ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രോണിക്കായിട്ട് കുറേ കാലങ്ങളായിട്ട് ബാക്ക് പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ ഉണ്ട്, മെഡിസിൻസ് ഒന്നും കഴിച്ചിട്ട് ചെസ്റ്റ് പെയിൻ മാറുന്നില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ ചില പേഷ്യൻറ്റ് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത്, അതായത് ബ്രസ്റ്റിൽ ക്യാൻസർ ഉണ്ടായിട്ട് ആ മാസിൽ നിന്നും ലങ്ങിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ പേഷ്യൻസ് എപ്പോഴും നിങ്ങളുടെ സിംറ്റംസ് ഇഗ്നോർ ചെയ്യാതിരിക്കുക. അതായത് നിങ്ങൾക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഏത് ലക്ഷണങ്ങളാണെങ്കിലും എപ്പോഴും നിങ്ങൾ അതിനൊരു ഡയഗ്നോസിസ്, എല്ലാവർക്കും അത് ലങ് ക്യാൻസർ ആവണമെന്നില്ല, പക്ഷേ അങ്ങനെ ക്യാൻസർ വരാൻ സാധ്യതയുള്ള സ്മോക്കിംഗ് ചെയ്യുന്ന പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ അവർ കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളൊരു പൾമണോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ ശ്വാസമുട്ടലിൻ്റെയോ അല്ലെങ്കിൽ ചുമയുടെയോ നിങ്ങളതിനൊരു ഡയഗ്നോസിസ് എത്രയും പെട്ടെന്ന് നിങ്ങളത് കണ്ടുപിടിച്ചിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ലങ് ക്യാൻസർ, അതായത് ഈ സിംറ്റംസ് ഒക്കെയാണ് ലങ് ക്യാൻസർ വരുന്ന പേഷ്യൻസിന് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ലങ് ക്യാൻസറിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സിബിൾ അല്ല, അങ്ങനത്തെ ഒരു ഇതില്ല. നമ്മുടെ സ്റ്റേജ് അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് വ്യത്യാസം വരും. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ചില സമയത്ത് ഇപ്പോൾ വലിയ മാസമൊക്കെ ആണെങ്കിൽ നല്ല ചെസ്റ്റ് പെയിനും പിന്നെ ഓക്സിജൻ്റെ എമൗണ്ട്, അതായത് ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്നതായിട്ടൊക്കെ വരും പേഷ്യൻസിന്. ചിലപ്പോൾ അവർ ഈ പ്ലൂറൽ എഫ്യൂഷൻ, അതായത് ഞാൻ പറഞ്ഞ പോലെ ലങ്സിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത്, അതായത് ലങ്സിൻ്റെ പുറത്തുള്ള 2 ലെയേഴ്സ് ഉണ്ട്, പ്ലൂറ നമ്മൾ പറയും. അങ്ങനെ പ്ലൂറൽ എഫ്യൂഷൻ വരുന്ന സമയത്ത് എഫ്യൂഷനൊക്കെ എമൗണ്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹാർട്ട് റേറ്റ് കൂടും, പിന്നെ അവർക്ക് ബ്രെത്ത്ലെസ്നെസ്, അതായത് ഭയങ്കരമായിട്ടുള്ള ശ്വാസമുട്ടൽ വരും, ഹാർട്ട് റേറ്റ് കൂടും, ഓക്സിജൻ്റെ എമൗണ്ട് കുറയും. അപ്പോൾ അങ്ങനത്തെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ചെറിയ സിംറ്റംസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എപ്പോഴും ഒരു പൾമണോളജിസ്റ്റിനെ കണ്ടിട്ട് ഡയഗ്നോസിസ് എടുക്കേണ്ടതാണ്.